ഹായ് സുഹൃത്തുക്കളെ, ഞാനിന്ന് പോകുന്നത് എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് അവസരമൊരുക്കി തന്നത് ചെന്നൈയിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനും മറ്റ് സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരുടെ കൂടെയുള്ള യാത്രയിൽ വന്ന കുറച്ച് വിഷ്വൽസാണ് ഞാൻ ഇനി മുതൽ അങ്ങോട്ട് ഇടാൻ പോകുന്നത്. അതിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക. ഇത് അവരുടെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം നമ്മൾ ആദ്യം പോയത് ദുബായിലേക്കാണ്. നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ബാഗേജ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിനാണ് നമ്മൾ ആദ്യം കണ്ടത്. അതിനുശേഷം നമ്മൾ എൻട്രി ചെയ്ത് ടിക്കറ്റ് കാണിച്ചകത്ത് കയറുമ്പോൾ അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളാണ്. അത് മീൻസ് ഇതെങ്ങനെയാണ് ബിൽഡ് ചെയ്തതും അതിന് എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്തതും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്ന അഡൽട്ട്സിന് നമ്മൾ ഓൺലൈൻ നോക്കുമ്പോൾ 145 ഒരാൾക്ക് വരുന്നത്. ഞങ്ങൾ മൊത്തം 4 അഡൽട്ട്സും 2 ചൈൽഡും ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ചൈൽഡ് 3 ഇയേഴ്സിന് മുകളിലോട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫാമിലി ആകുമ്പോൾ ഫാമിലി പാക്ക് എടുക്കുമ്പം 145 400 സംതിങ് കൊടുത്താൽ മതി, അവർ 4 പേർക്കും കൂടെ ചേർന്നിട്ട്. അപ്പം ഞങ്ങൾക്ക് 2 പേർക്കും 145 വെച്ചുള്ള ടിക്കറ്റും എടുത്തു, അവർക്ക് ഫാമിലി പാക്കും എടുത്തു. അപ്പോൾ നമ്മൾ നേരെ അങ്ങനെ കയറി ദുബായ് ക്യാബിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാബിൻ വരുന്നത് 48 ക്യാബിനാണ് ഈ ഒരു വീലിനകത്ത് വരുന്നത്. വൺസ് നമ്മൾ ഈ ക്യാബിനകത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്യാബിൻ തിരിച്ച് താഴെ എത്തണമെങ്കിൽ ഏകദേശം 48 മിനിറ്റ് എടുക്കും. നമ്മൾ ഇത് കറങ്ങി താഴെ എത്തണമെങ്കിൽ 48 മിനിറ്റാണ് എടുക്കുന്നത്. 48 മിനിറ്റ് നമുക്ക് അതിനകത്ത് ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് നിന്നുള്ള കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിമനോഹരമാണ്. നമുക്ക് ആ പാം ജുമേറയും ജുമേറ സൈഡും എല്ലാം നമുക്ക് നല്ല രീതിയിൽ അവിടെ നിന്ന് കാണാൻ സാധിക്കും. ദുബായിലേക്ക് ടൂറിസ്റ്റായിട്ട് നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ, സ്ഥലങ്ങളൊക്കെ കാണാൻ വരും, നിങ്ങൾ സഹായിക്കാൻ വേറെ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തരുന്നതായിരിക്കും. ഏകദേശം അത് മുകളിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നല്ല വ്യൂസാണ് അവിടെ നിന്ന് കാണാൻ. ജുമേറ സൈഡിൻ്റെ അവിടുത്തെ ആക്ടിവിറ്റീസും സ്കൈ ഡൈവിന് പോകുന്ന ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇത് മാക്സിമം ഡേ ടൈമിൽ പോകുമ്പോഴാണ് കൂടുതൽ വിഷ്വലായിട്ട് കാണാൻ സാധിക്കുക. നൈറ്റിൽ കയറുമ്പോൾ അറിയാമല്ലോ, ആ ഒരു ഭംഗി നമുക്ക് കിട്ടില്ല. നമ്മൾ ഏകദേശം ടോപ്പിലെത്താൻ ഏകദേശം 20 മിനിറ്റോളം എടുക്കും. അതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി കഴിയുമ്പോഴാണ് നമുക്ക് ആ പാം ജുമേറയുടെ ആ ഒരു വ്യൂ നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ സാധിക്കുക. നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ആ ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന കാണാൻ അതിമനോഹരമാണ് കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ അവിടെ നിന്ന്. ഈ ഒരു ലാൻഡൊക്കെ ദുബായ് ഹോൾഡിങ്ങിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ആ മേളിൽ നിന്ന് കാണാം, ആ മണൽപ്പരപ്പിൽ നമ്മുടെ ഷെയ്ഖിൻ്റെ ഒരു ചിത്രമൊക്കെ വരച്ച് ദുബായ് ഹോൾഡിംഗ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ വീണ്ടും പെതുക്കെ താന്ന് ഇറങ്ങിയിട്ട് ഇത് നിൽക്കില്ല കേട്ടോ, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും, ഇത് സ്റ്റോപ്പ് ആവില്ല. നമ്മൾ ചാടി ഇറങ്ങണം അവിടെ ചെല്ലുമ്പോൾ. ചാടിയെന്ന് വെച്ചാൽ പെതുക്കെ ഇറങ്ങി. അതായത് 1 മിനിറ്റ് കൊണ്ടാണ് ഇങ്ങനെ, ഓരോ മിനിറ്റിലാണ് ആ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്നിങ്ങനെ പോകുന്നത്. നിങ്ങൾക്ക് കാണാം ഓരോരുത്തരിങ്ങനെ ഇറങ്ങുന്നത്. ഇതിങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ആ സൈഡിലുള്ള പാത്ത് വേയും നീങ്ങിക്കൊണ്ടേയിരിക്കും. നമുക്ക് അതുകൊണ്ട് സേഫാണ്. പിന്നെ അതിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ വരുന്നത് സുവനീർ ഷോപ്പിലേക്കാണ്. നമുക്ക് നിരവധി അതിൻ്റെ ദുബായ്സിൻ്റെ സുവനീറുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. അപ്പം അതിനൊക്കെ അത്യാവശ്യം വിലയുണ്ട് കേട്ടോ. എന്നെ കൊണ്ട് ഒന്നും മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരവിടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്ന ഫാമിലീസ് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവർ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. ഞാനിതൊക്കെ കണ്ടും നോക്കിയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നിന്നു. അങ്ങനെ കാഴ്ചകളും പർച്ചേസും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. അപ്പം ഇതുപോലുള്ള വീഡിയോകളും കാഴ്ചകളൊക്കെ കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. കീപ്പ് വാച്ചിങ്. താങ്ക് യു.